Hi, Assalamu alaikum. Welcome to Bakes and Curries. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. സാധാരണ ചിക്കൻ ഫ്രൈഡ് പോലെ ഒരുപാട് എണ്ണയൊന്നും നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല. പിന്നെ നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, അപ്പം, നെയ്ച്ചോറ് അങ്ങനെ എന്തിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു വലിപ്പത്തിലാണേ. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ നമ്മൾ മാരിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ മാരിനേഷന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പില ചേർക്കുമ്പോൾ കൈകൊണ്ട് ഇതുപോലെ വേണമെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. അപ്പം വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പൊക്കെ കുറവെന്ന് തോന്നുകയാണെങ്കിൽ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വയ്ക്കാം. ചിക്കൻ ഇവിടെ ഇരുന്ന് മുളകൊക്കെ പിടിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അടുത്ത മാരിനേഷനുള്ള മസാലയും കൂടെ റെഡിയാക്കാനുണ്ട്. ആദ്യം മുളക് പുരട്ടിയത് നമ്മളിപ്പോൾ ഈ മസാല റെഡിയാക്കാനുള്ള ആ ഒരു സമയം വരെ വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 ടീസ്പൂൺ പെരിഞ്ജീരകം, കറുകപ്പട്ട ഇതുപോലെയുള്ള 5 ചെറിയ പീസ് എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു 4, ഒരു ചെറിയ പീസ് തക്കോലം, 1 ഏലക്ക, ഇതുപോലെ ഒരു ചെറിയ പീസ് ജാതി പത്രി, ഒരു 6-7 പീസ് കുരുമുളക്, ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എട്ട് പീസ് കാശ്മീരി മുളക്, 2 സാദാ മുളക് 2. ഇത്ര സ്പൈസസ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സ്പൈസസ് എല്ലാം കൂടി നമുക്കൊരു ചൂടായ പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നമുക്ക്. ഇതിൻ്റെ ചൂടൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 പീസ് ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഒരു ചിക്കൻ ക്യൂബിൻ്റെ ഒരു ഹാഫ് പീസാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു തരിതരിപ്പിൽ അരച്ചെടുക്കുക കേട്ടോ നല്ലത്. അരയ്ക്കുന്ന സമയത്ത് 6 ടേബിൾ സ്പൂൺ വെള്ളവും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തത്. അപ്പോൾ ഈ അരപ്പെല്ലാം കൂടി ചിക്കനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കുറഞ്ഞത് ഒരു അരമണിക്കൂർ സമയമെങ്കിലും നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. പിന്നെ കുറച്ച് കൂടുതൽ സമയം വെച്ചിരുന്നാൽ അത്രയും ടേസ്റ്റി ആയിട്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ് മാരിനേഷനും കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാത്രം ഒന്ന് കഴുകിയിട്ട് ഒരല്പം വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. മൂടി വയ്ക്കുമ്പോൾ തന്നെ അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. സ്റ്റാർട്ടിങ്ങിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് തന്നെ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അല്പസമയം കൂടെ ഒന്ന് മൂടി വയ്ക്കാം നമുക്ക്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി അതൊരു പാതി വേവായിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇതിലെ വെള്ളമെല്ലാം ഫുള്ള് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. ചിക്കൻ വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഇപ്പോൾ ഫുള്ള് വറ്റി ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടല്ല നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കല്ലേ. പിന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും. അത് പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്